ഗുഡ് മോർണിംഗ്. സോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിയില്ല എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം. സോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അസ്യൂഷ്വൽ എല്ലാവരും പോലെ തന്നെ വെള്ളം. സോ ഒന്നെങ്കിൽ ചൂടുവെള്ളം കുടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ കുടിക്കാം. ഞാൻ എപ്പോഴും നോർമൽ വാട്ടറാണ് കുടിക്കുക. എന്നിട്ട് ഞാൻ കോഫി കുടിക്കും, മധുരമിടാതെ കോഫി കുടിക്കും. അതാണ് ഞാൻ മെയിൻലി രാവിലെ ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. സോ നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇന്നലെ എന്തെങ്കിലും നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ടോ, വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമുക്കിരിക്കാം. സോ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒന്നും പെൻഡിങ് വെക്കാറില്ല. പക്ഷേ എനിക്ക് തുണി കഴുകാനുണ്ട്. പിന്നെ എന്ന് മെയിലൊരു സൺഡേ ആണ്. സോ വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്റ്റലേഴ്സിനെയും പോലെ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് തുണി കഴുകുക, റൂം ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ സെൽഫ് കുക്കാണ്. സോ കുക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഷോർട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്, അപ്പോൾ അത് പഠിക്കാം. സോ ഇതാണ് ഞാൻ ഇന്ന് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ആദ്യം ചോറ് ഇന്നലെ രാത്രി തന്നെ വെച്ച് ഞാൻ സാധാരണ അങ്ങനെ തന്നെ വെക്കാറ്. കുക്കറിൽ ചോറ് വയ്ക്കും, പിന്നെ രാവിലെ അതൊന്ന് തിളപ്പിച്ചിട്ട് ചോറ് വാർക്കും. അങ്ങനെയാണ് ചെയ്യാറ്. സോ ഞാൻ എന്തായാലും ചോറൊന്ന് വാർക്കാൻ വയ്ക്കാം. എന്നിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കുന്നു. ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോയി കുളിക്കാം. അതിന് മുന്നേ നമുക്ക് പല്ല് തേക്കണം. സോ നമുക്ക് ആദ്യം പല്ല് തേക്കാം. സോ നമ്മൾ പല്ല് തേക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പല്ല് തേക്കുന്ന ബ്രഷ്. ഞാനിതൊരു ബോക്സ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കൊണ്ടുവന്നേക്കാൻ വേണ്ടിയിട്ട്. ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെ ഇട്ട് വെച്ച് നമുക്ക് കിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫേസ് വാഷ് ഞാനിത് കാണിച്ചിട്ടുണ്ട്. മാമാർത്തിൻ്റെ ഫേസ് വാഷാണ്. സോ നമുക്ക് പല്ല് തേക്കാം. നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോകണം. അത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. മാമാർത്തിൻ്റെ ഒരു ഫേസ് വാഷാണ്. സോ നല്ല ഫേസ് വാഷാണ്. ഞാനങ്ങനെ ഇതായിട്ട് പറയുമല്ല, പക്ഷേ നല്ല ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ടിട്ട് എനിക്ക് നല്ല രീതിക്കൊരു മാറ്റമുണ്ട് ഫേസിന്. ഫേസ് വാഷ് ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞു, പല്ലേപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ചോറ് വാർക്കാൻ വെക്കണം. ഇത്രയാണുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ചോറൊക്കെ വാർക്കാൻ വെച്ചിട്ട് കാണിക്കാം. സോ നമുക്ക് ആദ്യം ചോറ് വാർക്കാൻ വയ്ക്കാം. ഇനി റൂമിലെ ചേച്ചി ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കത് കഴിക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചോറ് വാർക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ ഇടിക്കല്ലാണ്. ഇത് നോർമലൊരു വലിയൊരു പാത്രം, ഒരു ടവറയും പിന്നെ അതിലൊരു അടപ്പുണ്ട്. സോ നമുക്ക് ഉപ്മാവ് കഴിക്കാം.
ഞാൻ ഉപ്മാവ് എടുത്തു, പക്ഷെ എനിക്ക് ഉപ്മാവ് ഇങ്ങനെ പച്ചക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സോയാബീൻ വറുക്കാം. ഓക്കെ, സോയാബീൻ വറുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ മറ്റേ മൈ ബോസിലെ റീലെടുക്കണമെന്ന്. ദിസ് വർക്ക് ഈസ് റിയലി ഹെവി മാഡം. നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ഗ്യാസിന് പുറത്ത് വയ്ക്കാം. എന്നിട്ട് സോയാബീൻ ഇതിലിട്ട് വേവിക്കും. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന് മദേഴ്സ് ഡേ, രണ്ടാമത്തത് ഇന്ന് തൊട്ട് തമിഴ്നാട് CM നമുക്ക് സോയാബീൻ എടുക്കാം. നമുക്ക് കുറച്ചധികം ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് എടുക്കാനും ചോറും. ഇത് തിളയ്ക്കണം. ഇത് നമ്മുടെ ഉപ്പുമാവ്. ഞാനാണെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് സോയാബീനൊക്കെ ഫ്രൈ ചെയ്യുക. അപ്പം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കാം. ഞാൻ ഓൾറെഡി വെളുത്തുള്ളി ഇങ്ങനെ ആക്കി വെക്കുക ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എടുക്കാൻ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം. ഇത്ര വലുത് വേണ്ട, നമുക്കത് മുറിക്കാം. ഇതാണ് നമ്മൾ ഇഞ്ചി എടുത്തിരിക്കുന്നത്. പിന്നീട് 6 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇത് നമുക്കത് ക്ലീൻ ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അത് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് ഒന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്കെടുക്കാം. ഞാനങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ചതയ്ക്കണം. ആ ഇടികല്ലിൽ അതിനകത്ത് വെച്ചേക്കുന്നത് നമുക്ക് അതിലിട്ട് ചതയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു അടപ്പുണ്ട്, അടപ്പിനെ പുറത്തുനിന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു കുട്ടി സാധനമില്ല, അത് വെച്ച് ഇടിക്കുക ചെയ്യാറ് കേട്ടോ. കാണിക്കാം. ഇതെൻ്റെ കപ്പാണ് കേട്ടോ. ഞാനിതിലാണ് ചായയും വെള്ളം കുടിക്കാൻ. നമുക്കും എല്ലാവർക്കും കാണും അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാധനം. എനിക്കത് എൻ്റെ കപ്പാണ്. കപ്പെന്നല്ല ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ സാധനങ്ങൾ കാണും. സോ എൻ്റെ കപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതൊക്കെ ഞാനൊന്ന് ഇഞ്ചി നുറുക്കിയെടുത്തു. ഈ സാധനമില്ലേ, ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ കുത്താൻ പോകുന്നത്. കണ്ടോ, കണ്ടില്ലേ, ഓൾമോസ്റ്റ് അത് പേസ്റ്റ് രൂപത്തിൽ. സോ ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്യിലേക്ക് ഇടാൻ പോകുന്നത്. പിന്നെ ചൂടുള്ള ചുട്ടില്ല, അപ്പോൾ അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. സോ നമുക്കിത് വാഷ് ബേസിനിലേക്ക് വയ്ക്കാം. എന്നിട്ട് വേണം കഴുകിയെടുക്കാം. ഇത് ഈ ഒരു പാത്രവും വെച്ചിട്ടാണ് നമ്മൾ കഴുകുന്നത്. ഓക്കെ. സോ നമ്മൾ സോയാബീൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. സോ ഇതാണ് നമ്മുടെ മസാല ബോക്സ്. സോ നമുക്കിതിൽ നിന്ന് ഓരോ പൊടിയായിട്ടിലേക്ക് ഇടാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെനിക്ക് മാറ്റിട്ട് വേണം കേട്ടോ. സോ ഇത് നമുക്കത് ഇനി നമുക്ക് നന്നായി മസാജ് ചെയ്യാം. സോയാബീൻ ഇത് ഇത്രയും നേരം തിരുമ്മാന്ന് വിചാരിക്കുന്നുണ്ടാവല്ലേ. ഞാനിത് നന്നായിട്ട് ഉടയ്ക്കും. അതിലാണ് ഞാൻ വേവിക്കുന്നത്. എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവും. സോ നന്നായി ഉടച്ചൊരു ഒരു സോയാബീൻ നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ കാണിക്കാം. സോ സോയാബീൻ ഞാൻ മസാല വെച്ച്
എന്തായാലും കുറച്ചൊരു റെസ്റ്റ് എടുക്കട്ടെ. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി നോക്കാം. സോയാബീൻ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ എടുത്ത പാത്രങ്ങൾ, ഈ പാത്രത്തിലെല്ലാം സോയാബീൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിലാണ്. ഇതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സോയാബീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ചധികം സമയമായി. നമുക്കത് കുക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കണം. ആദ്യം ഈ ഒരു പാനൊന്ന് ചൂടാവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. ഞാൻ കെറ്റിലാണ് വെള്ളം ചൂടാക്കുന്നത്. ഗ്യാസൊന്നും ഇപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ഗ്യാസിൽ വെള്ളം ചൂടാക്കാറില്ല. എപ്പോഴും കെറ്റിലാണ് വെള്ളം ചൂടാക്കുക. അതവിടെ തിളക്കട്ടെ. അത് പെട്ടെന്ന് തിളയ്ക്കും. നമുക്ക് എന്തായാലും പാനിൽ ഓയിൽ വയ്ക്കാം. നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടത് വാടിപ്പോയി. നമുക്കെന്തായാലും കുറച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഇരുന്നത്തേക്ക് ഇടാം. സോയാബീനിലേക്ക് ഇടാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് സോയാബീൻ മുഴുവൻ ഇടുകയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചില്ലേ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ഇട്ട വെള്ളം കുടിക്കാൻ നല്ലതാണ്. ഇഞ്ചി ചതച്ചതാണ്. അപ്പോൾ നമുക്കിത് ഈ കെറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തിളയ്ക്കാറായി, നല്ല ഇടാം. ഇനി അതോടെ കിടന്ന് തിളയ്ക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നല്ലത് അടുക്കി പിടിച്ചു പോകും. പുതിയ വംശത്തിൽ നല്ല കറിവേപ്പില ഇട്ടോണ്ട് നല്ല മണം. ചേട്ടനിക്ക് പുതിയൊരു നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. വെള്ളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുടിക്കുകയും ചെയ്യാം. ബാക്കി ടംബ്ലറിൽ ഒഴിച്ച് വയ്ക്കാം. കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. നമുക്കിത് കുടിച്ച് നമ്മുടെ ഗിവ് അവേ നടക്കുന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു ചെറിയ തെറ്റുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ റിഗ്രറ്റ് വന്നാൽ നമ്മൾ തിരുത്തണമല്ലോ. ഞാൻ കഴിക്കാൻ പോവാണ്. ഉപ്മാവും സോയാബീനുമാണ്. കഴിക്കുന്ന സമയത്ത് എനിക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഐശ്വര്യ വ്ളോഗ് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും കഴിക്കാറ്. ഞാനൊരു ബിഗ് ഫാനാണ് ചേച്ചിയുടെ.
മയക്കത്തിന് ഞാൻ ലൈഫിൽ കണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ് സാന്റോറിനിയിൽ നിന്ന് കണ്ട സൺസെറ്റ്. അത് കടലിൻ്റെ നടുവിന്ന് ഒരു യാട്ടിൽ നമ്മൾ പോയിട്ട് സോ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴേക്ക് ക്ഷീണിച്ചേട്ടോ. അതിന് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. എന്നിട്ട് കൂടുതലായി. സോ ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിക്കുന്നതാണ്. ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോഴാണ് വായിക്കാൻ സമയം കിട്ടിയത്. സോ ഞാൻ വായിച്ച് നിങ്ങളോട് കഥ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അതേപോലെ ചാനലിന് വേണ്ടി എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. കണ്ടൻ്റല്ല, നമ്മളെന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെ നമ്മുടെ ചാനലിന് വേണ്ടി ചെയ്യണം, അതല്ലാതെ ഞാൻ പേഴ്സണലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ഒരു മന്ത്ലി ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഞാൻ എപ്പോഴും ഷോർട്ട് ടേം ആയിട്ട് ഗോൾസ് ഒന്നും വെക്കാറില്ല, ലോങ് ടേം ആയിട്ട് മാത്രമേ ഗോൾസ് വെക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കിപ്പോൾ കറണ്ട് ഒരു ഗോളുണ്ട്. അപ്പോൾ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. സോ നമ്മുടെ പ്ലാനിങ്ങും കഴിഞ്ഞു, റീഡിങ്ങും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് തുണി കഴുകാൻ പോകണം. കുറച്ചധികം തുണി കഴുകാനുണ്ട്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല തുണി കഴുകുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് ഡെയിലിയുള്ള തുണികളെല്ലാം കഴുകി അതങ്ങനെ എന്താ പറയുക, ഒരു റൊട്ടീനിൽ പോകണമെന്നും. പക്ഷേ എനിക്കിതുവരെയും പറ്റിയിട്ടില്ല. ഞാനതുകൊണ്ട് തന്നെ വീക്കിലി 2 ഡേയ്സാണ് തുണി കഴുകുക. ഒന്ന് പകുതി, പിന്നെ ഒന്ന് സൺഡേയ്സും. സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുണി കഴുകണം. നമുക്ക് തുണി കഴുകാൻ പോവാം. ഇത്രയും തുണികൾ നമുക്കിന്ന് കഴുകാനുണ്ട്. സോ എല്ലാം നമ്മൾ ഇന്ന് തന്നെ കഴുകണം. ഓക്കെ, പോവാം. സോ ഞാൻ തുണി കഴുകി വന്നു. തുണി കഴുകാൻ പോയപ്പോൾ അവിടെ വേറൊരു തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നു. ഇപ്പോൾ സ്ഥലമില്ലായിരുന്നു, അപ്പോൾ മുഴുവൻ കഴുകിയില്ല. ടോപ്പുകളെല്ലാം കഴുകിയിട്ടു. ഞാൻ പാൻറ്റ് കുറച്ചുണ്ട്, അപ്പോൾ അത് നാളെ വൈകുന്നേരത്തേക്ക് കഴുകാൻ വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് കുളിക്കണം. കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ചൊരു ഉറങ്ങണം. ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പഠിക്കണം. അപ്പോൾ നമുക്ക് എണ്ണ വയ്ക്കാം. ഞാൻ കാച്ചിയ എണ്ണയാണ് തലയിൽ തേക്കാറ്. എപ്പോഴും തേക്കില്ല, എപ്പോഴാണ് ഫ്രീ കിട്ടുന്നതിനനുസരിച്ചാണ് തേക്കുക. എണ്ണ തേക്കാം. ഇതാണ് എൻ്റെ എണ്ണക്കുപ്പി. ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ട് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. ഇതിട്ടേക്കുന്നത് നമ്മൾ തുടയ്ക്കുന്ന തുണിയാണ് കേട്ടോ. അപ്പം എണ്ണ ടേബിളിൽ പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിട്ട് വെച്ചേക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചു. ഞാൻ കുറച്ച് നേരം തുണി കഴുകിയുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് തലയിൽ എണ്ണ വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഒരു 10-20 മിനിറ്റ് ഇരിക്കും, എന്നിട്ടേ കുളിക്കത്തുള്ളൂ.
ചൂടുവെള്ളം കുടിക്കുമ്പോൾ നല്ല ആശ്വാസം, ഒരു എന്താണ്ടൊരു സുഖം. സ്വഭാവം നന്നാക്കാന്നാണ് ഇപ്പൊ പഠിച്ചത്. നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ മുടി കെട്ടി വയ്ക്കുക? ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ചീറ്റി ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കും മുടിയിൽ എണ്ണ ഇട്ടിട്ട്. അതാകുമ്പോൾ കുറച്ച് കംഫർട്ടബിളായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും, നമുക്കധികം ബുദ്ധിമുട്ടും ഉണ്ടാകും. ഞാൻ സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ, ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഞങ്ങളിവിടെ തറ തുടയ്ക്കാൻ, തറയല്ല നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന തുണിയാണേ. ഇത് കണ്ടോ എൻ്റെ തോർത്ത, മാച്ചിങ്. നിങ്ങൾ എനിക്ക് വൃത്തിയില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ, ഞങ്ങളത് കഴുകിയിട്ടിട്ട് ഉണങ്ങാനിട്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തി. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇരിക്കണം, 20 മിനിറ്റ് ഇരുന്നിട്ട് കുളിക്കണം. സോ ഞാൻ എണ്ണ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി സത്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുളിച്ച് വേണ്ടി വേണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് കഴിക്കാൻ സമയമായി, കഴിഞ്ഞ കഴിക്കാൻ. സോ ഞാൻ വിചാരിച്ചൊരു മുട്ട ഉണ്ടാക്കി വെക്കാമെന്ന്. അതാകുമ്പോൾ നമുക്ക് എനിക്ക് ആ മുട്ടയുടെ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ആ ചോറ് കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ദേഹത്ത് ആ ഒരു സ്മെല്ല് വരുന്നത് കുറഞ്ഞ് കിട്ടുമല്ലോ. സോ നമുക്കൊരു മുട്ട വറക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അധികം മുട്ട പൊട്ടിച്ചൊഴിക്കുക. കാരണം ഈ ഗ്ലാസ് ഞാൻ വേറെ ഒന്നിനങ്ങനെ ഉപയോഗിക്കാറില്ല. സോ അതിലാണ് ഞാൻ എപ്പോഴും മുട്ട പൊട്ടിച്ചൊഴിക്കും. മുട്ട എടുത്തിട്ടുണ്ട്, കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പൊന്ന് കഴുകാം. എനിക്കെല്ലാം കഴുകണം കേട്ടോ, കാരണം എനിക്ക് പാറ്റയാണ്. എനിക്ക് പാറ്റയോട് ഭയങ്കര അറപ്പാണ്. പാറ്റ, ഉറുമ്പ്. പാറ്റ പിന്നെയും ശ്രദ്ധിക്കാം, എനിക്ക് ഉറുമ്പ് ഒട്ടും പറ്റത്തില്ല. സോ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അധികം അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കൊച്ചുള്ളി രണ്ടെണ്ണം ഇടാം, പിന്നെ കുറച്ച് കുരുമുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പച്ചമുളകൊന്നും ഞാൻ ഇടുന്നില്ല, പച്ചമുളകൊന്നും ഇടാറില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കൊച്ചുള്ളി ഇട്ടത്. സോ 2 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി നമുക്ക് ഇതിലിടാം. എനിക്കിങ്ങനെ അരിയാറില്ല. എപ്പോഴും നമ്മളിങ്ങനെ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊക്കെ അരിഞ്ഞ് ശീലിച്ചുകൊണ്ട് എനിക്കിങ്ങനെ അറിയില്ല അരിയാൻ. ഭയങ്കര പാടാണ്. ഇനി കത്തിക്ക് ഭയങ്കര മൂർച്ചയുണ്ട്, എനിക്കൊരു പേടി. പെട്ടെന്ന് അരിഞ്ഞിട്ട് കൈക്കിങ്ങനെ മുറിഞ്ഞ് വേണം. ഇങ്ങനെയൊക്കെ അച്ചാറും മുറിച്ചു നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുരുമുളക് പൊടി ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. സോ ബീറ്റ് ചെയ്തു. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു കുഞ്ഞി ഫ്രൈ പാനാണ്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മുട്ട അരക്കാനൊക്കെ എളുപ്പമായിരുന്നു.
സോ കുളിച്ച് കഴിഞ്ഞു. കഴിച്ചിട്ട് കിടക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കുളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു. അപ്പം കുറച്ച് നേരം കിടക്കാം. കിടത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഉറങ്ങട്ടെ. ഞാനങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. വിശപ്പൊന്നും കഴിച്ചില്ലല്ലോ. സോ നമുക്ക് ചോറ് കഴിക്കാം. ചോറും സോയാബീനും മുട്ടയും. സോ ഞാൻ ചോറെടുത്തു. ചോറ്, മുട്ട, സോയാബീൻ. ഇനി ഏതെങ്കിലും യൂട്യൂബിൽ സിനിമ കണ്ടിട്ട് ചോറുണ്ണാം. എക്സ്പ്രസ് ചെയ്യുന്ന വളരെ സോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. സമയം ഏകദേശം 4 മണി ആവാറായി. സോ കുറച്ച് നേരം പഠിക്കാനാണ്. ഇനിയിപ്പോൾ പഠിക്കൽ മാത്രമേ ഉള്ളൂ. സമയം ഇത്രയായില്ലേ, കുറച്ചധികം പഠിക്കാനുണ്ട്. സോ പഠിക്കട്ടെ. ഞാനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു പായസം കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കിയിട്ട് കാണിക്കാം. രാവിലെ ചോറ് വെച്ചില്ലായിരുന്നു. ആ ചോറ് കുറച്ചെടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. വേറെ പായസം വയ്ക്കാൻ ഒന്നുമില്ല. ഇത് വെച്ചിട്ടായിരിക്കും പായസം വയ്ക്കുന്നത്. ഓരോരോ കൊതികളെ മനുഷ്യൻ. നമുക്ക് എനിക്കിഷ്ടമാണ് കുക്കിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതപ്പം ആദ്യം ഉണ്ടാക്കി ഞാനാണ് നോക്കുക. സോ നമുക്കത് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു ദിവസം തീർന്നു. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ചോറ് വയ്ക്കും, ഫ്രിഡ്ജിൽ കൊണ്ടുപോകും, കറി വയ്ക്കും. അത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.